ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിടക്കണ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിയിരുന്നേക്കും കേട്ടോ. അത് കാണുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, സോറി ശ്രുതി, ഞാൻ നിന്നോട് വലിയൊരു തെറ്റാണ് ചെയ്തത്. ചേച്ചിയോ, എന്ത് തെറ്റ്? ഞാൻ ഒരിക്കലും നിന്നെ ആ അശ്വിൻ സാറാമിൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് വിടാൻ സമ്മതിക്കേണ്ടായിരുന്നു. അതുകൊണ്ടല്ല നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നീ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ചേച്ചി, അത് കോൺട്രാക്റ്റ് അതെൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് വേണമെന്ന് ഞാൻ ചെയ്തോളാം. നീ ഇപ്പം സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ആ ജോലി നിനക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രുതിനെ ഉറക്കുവാണ്. ചേച്ചി രാവിലെ തന്നെ നമ്മുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മേനെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയുക കേട്ടോ. ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ഈശ്വര, ഇതൊക്കെ കേട്ട് എനിക്കൊരു സമാധാനമില്ല. എന്നിട്ട് അവളെവിടെ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, അവൾ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നണു, ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ, ഒന്നും പറയണ്ട. ഇന്നലെ അവൾ ആ ദേഷ്യത്തിൽ ഇവിടെ ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, അപ്പോൾ അവൾ ആ ജോലി അവിടെയും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറയാനാ ചേച്ചി, ഭാഗ്യത്തിന് ഇവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്, മുകളിലത്തെ നെല്ല്, ശ്യാമെന്നാ പേര്, നല്ല പയ്യനാ ചേച്ചി എന്നൊക്കെ പറയാം. ആ സമയത്ത് ഇതൊക്കെ കേട്ട് ശ്യാം അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഇന്നലെ വന്ന് ശ്രുതിനെ സമാധാനപ്പെടുത്തിയോണ്ട് അവൾ ആ ജിലേബി ഉണ്ടാക്കൽ നിർത്തിയത്. അല്ലെങ്കിൽ ജിലേബി തീറ്റിച്ച് ഒരു തുലാഭാരം അവൾ നടത്തിയാനേ ഇവിടെ എന്ന് പറയുവാണ്. ഈശ്വര, എനിക്കൊരു സമാധാനമില്ലെന്ന് പറയുമ്പോൾ, ഞാനിത് ചേച്ചീനെയും ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഞാൻ എല്ലാ കാര്യം പറയുമ്പോൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാന്നൊക്കെ പറയുവാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിലത്തേക്ക് വരുമ്പോഴാണ് കാഴ്ച കാണുന്നത്. മുത്തശ്ശിയും അതുപോലെ തന്നെ എല്ലാവരും ഇരിപ്പുണ്ട്. മുത്തശ്ശിയുടെ അടുത്താണെങ്കിൽ പരിചയമില്ലാത്ത 2 പേരും ഒരു മോളും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ അവരെ മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ കുഞ്ഞ, നീ ഇത് എവിടെ പോകുന്നു? നീ ഇവരൊന്നും കണ്ടില്ലേ? നിനക്ക് ഇവരെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇത് വിശ്വനാഥൻ, ഇത് ലളിത, ഇത് അവരുടെ ഒരേ ഒരു മകള് എന്നിങ്ങനെ പറയാണ്. നിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിങ്ങനെ പറയുകയാണ് അശ്വിൻ. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞിട്ട്, ഇവരിവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുന്നപ്പോൾ നിന്നൊന്ന് കാണാൻ വേണ്ടി കയറിയതാണ് എന്ന് പറയുമ്പോൾ, ആ വിശ്വനാഥ് എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, എന്തായാലും അശ്വിൻ ഒരു ജീനിയസ് തന്നെയാണ്, ഇത്ര ചെറുപ്പത്തിൽ ബിസിനസ്സൊക്കെ തുടങ്ങി ഇത്രയും രീതിയിലാക്കി വെച്ചല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് സത്യമാണ്. എൻ്റെ കുഞ്ഞിനെ അല്ലാതെ വേറെ ആർക്കും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി അവർക്ക് ജ്യൂസും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ പശുവിന് ദേഷ്യം വരുവാണ്. ചേച്ചി, ഇതൊന്നും കൊടുക്കാൻ വേറെ ആളില്ല ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് ഇവരെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളല്ലേ, പിന്നെ എന്തിനാ വേറെ ആൾക്കാരെയൊക്കെ നോക്കണത്? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കുഞ്ഞാ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഇവരിവിടെ വന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിനും മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവരുടെ ഈ മകളുണ്ടല്ലോ, ഇവരുടെയും നിൻ്റെ ജാതകം തമ്മിൽ നല്ല ചേർച്ചയാണ്. ഞാൻ 2 ദിവസം മുമ്പ് നിൻ്റെ ജാതകം ഇവർക്ക് അയച്ചു കൊടുത്തായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്ന വീണ്ടും നമ്മുടെ ആൻറ്റീനെയാണ്. ആൻറ്റി പറയുന്നുണ്ട് ചേച്ചിയുടെ അതേസമയം, ചേച്ചി, ഇവിടെ ശ്യാമെന്ന പയ്യനില്ലേ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നല്ല പയ്യനാ, എനിക്കൊരു ആലോചന, വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിനെ കൊണ്ട് ആ പയ്യനെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നല്ല പയ്യനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഇവിടെയാണെന്നുണ്ടെങ്കിലോ അശ്വിന് വേണ്ടി പെണ്ണ് ആലോചിക്കുകയാണ് കേട്ടോ അവർ. അങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട്, മുത്തശ്ശി, നിങ്ങൾക്ക് ഇതിൽ സംസാരിക്കണോ കുഞ്ഞാ? സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുവാണ്. ഈ പെണ്ണോടൊന്നല്ല, ഒരു പെണ്ണിനോടും എനിക്കൊന്നും സംസാരിക്കാനില്ല. സോറി അങ്കിളെ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യവുമില്ല. വേണമെങ്കിൽ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം വേണമെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ വിവാഹത്തിന് ഇഷ്ടമില്ലാത്ത എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ മോളുടെ ജീവിതം എന്താവും? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ എന്ന് പറയണ സമയം മുത്തശ്ശി പറഞ്ഞിട്ട്, കുഞ്ഞ, നീ എന്തൊക്കെയാണ് പറയണത്? മുത്തശ്ശി പറഞ്ഞിട്ടില്ലേ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ എവിടെയാണെങ്കിലും ആളുടെ മുഖത്ത് നോക്കി പറയണമെന്ന്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരി, നിങ്ങളുടെ തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വനാഥൻ പറഞ്ഞ ആൾ മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട്, കുഞ്ഞ, നീ എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യണത്? ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുമ്പോൾ മുത്തശ്ശി, ഇത് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യം തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് എൻ്റെ മനസ്സിലെ ശരി. ഞാൻ എൻ്റെ ശരി ആരുടെ മുമ്പിൽ വേണമെങ്കിലും പറയും, അത് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ അശ്വിൻ പറയാം കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിക്കണ സമയത്ത് ശ്യാം വരുന്നുണ്ട്. ഹലോ ശ്രുതി, സോറി, തൻ്റെ അനുവാദമില്ലാണ്ട് തൻ്റെ റൂമിൽ കയറിയതിന്. അയ്യോ, ശ്യാം സാർ എന്തിനാ എന്നോട് സോറിയൊക്കെ പറയണത്? അത് കുഴപ്പമൊന്നുമില്ല. താൻ ഇന്നലെ ഭക്ഷണം കഴിക്കാണ്ടല്ലേ കിടന്നുറങ്ങിയത്? തന്നെ നിരാഹാരം മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തനിക്ക് ഇഷ്ടപ്പെട്ട പൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തനിക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജിലേബിയുണ്ട്. താൻ ഇതിൽ ഒന്നും കഴിച്ചില്ലെങ്കിൽ ജിലേബി കഴിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുവാണ്.
പിന്നെ ശ്രുതി സോറി. എന്തിനാ ശ്യാം സാർ സോറി? ഞാൻ കാരണമാണല്ലോ താൻ ആ കമ്പനി പോയത്. ഞാനാണല്ലോ ആ കമ്പനി തനിക്ക് സജസ്റ്റ് ചെയ്തത്. ആ കമ്പനി താൻ ജോലി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തനിക്ക് അതിനേക്കാൾ വലിയൊരു കമ്പനിയിൽ ജോലി എന്തായാലും റെഡിയാക്കി തരുമെന്ന് പറയുവാണ്. ആ സമയത്ത് ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയും അതുപോലെ തന്നെ ആൻറ്റിയും വരുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാലോ, ശ്യാം സാർ രാവിലെ തന്നെ ഇവിടെ എത്തിയോ എന്ന് പറയുമ്പോൾ ഞാൻ ശ്രുതിക്ക് വേണ്ടിയുള്ള ഫുഡ് കൊണ്ടുവന്നാണ്. ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയെടുത്ത് പറഞ്ഞിട്ട് കഴിച്ചു നോക്കണോ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി കഴിച്ചു നോക്കുവാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ശ്യാം സാർ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ആ സമയത്ത് ചേച്ചി വരുവാണ്. നീ ഇതെവിടേക്കാണ് റെഡി ആവണതെന്ന് പറയുമ്പോൾ ചേച്ചി അത് ഞാൻ നിൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? നീ ഇനി ആ കമ്പനിയിൽ പോകുന്നില്ല. മര്യാദയ്ക്ക് അശ്വിനെ വിളിക്കുക. അശ്വിനെ വിളിച്ചിട്ട് നീ ജോലിക്ക് വരുന്നില്ല എന്ന് പറയുകയാണ് ചേച്ചി. അത് ഒന്നും പറയാൻ നിൽക്കണ്ട, നീ ജോലിക്ക് വരുന്നില്ലെന്ന് പറയേണ്ടിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീട്ടിൽ കാണാൻ. ബൈ.